അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുഹറം 9 ആണല്ലേ. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ മുഹറം 9 ആണ്. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ പിടിച്ചായിരിക്കും ഇരിക്കണതെന്ന് വിചാരിക്കുന്നു. ഇന്ന് മുഹറം 9, നാളെ മുഹറം 10. ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം എന്നൊക്കെ പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് മഹത്വങ്ങൾ, പുണ്യങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണല്ലേ. അപ്പോൾ ഇന്നത്തെ നാളത്തെ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്താലും, എന്തൊരു അമൽ ചെയ്താലും അതിനൊക്കെ പ്രതിഫലം അല്ലാഹു ഇരട്ടിയായിട്ടാണ് നമുക്ക് തരിക. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നാളത്തെ ദിവസം എന്താണ് നമ്മൾ ഭക്ഷണം സമൃദ്ധമാക്കി കഴിഞ്ഞാൽ, വസ്ത്രം സമൃദ്ധമാക്കി കഴിഞ്ഞാലൊക്കെ നമുക്ക് ആ ഒരു വർഷം മുഴുവനായിട്ട് അല്ലാഹു തആല ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും വരില്ല. ഭക്ഷണം എല്ലാം സമൃദ്ധമായിരിക്കും, വസ്ത്രം സമൃദ്ധമായിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരാൻ പോകുന്നില്ല നാളത്തെ ദിവസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ദിവസം നാളത്തെ ദിവസത്തിൻ്റെയും പ്രത്യേകതകൾ. അപ്പോൾ ഇനി നാളെ മുഹറം 10-ാം ദിവസം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന വർഷം മുഴുവൻ നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റാർക്കോ എന്ത് ചെയ്യില്ല, മാരകമായിട്ടുള്ള രോഗങ്ങൾ വരില്ല. അപ്പോൾ കുടുംബത്തിൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മതി, ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കോ നമ്മുടെ കുടുംബത്തിൽ ആർക്കും മാരകമായിട്ടുള്ള രോഗം വരില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ നല്ല ആത്മാർത്ഥതയോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും വേണം ചെയ്യാനായിട്ട്. എന്തായാലും ചെയ്ത് നോക്കാം, കിട്ടിപ്പോയാൽ പോയി എന്ന് വിചാരിച്ച് ചെയ്യരുത്. എന്തായാലും അല്ലാഹു തആല എനിക്ക് തരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ഈമാനുള്ളവർക്ക് ഖുർആൻ ഷിഫയാണ്, ഈമാനുള്ളവർക്കേ ഖുർആൻ ഷിഫയുള്ളൂ കേട്ടോ. അപ്പോൾ ഈമാനായ മുഅ്മിനായ ആളുകൾക്ക് ഖുർആൻ ഷിഫയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ആത്മാർത്ഥതയോടുകൂടിയും വിശ്വാസം അത് മുറുകെ പിടിച്ചിട്ട് വിശ്വാസത്തോടു കൂടി അല്ലാഹു തആല എന്തായാലും ഞാൻ ഈ ചെയ്ത കാര്യത്തിന് ഫലം തരുമെന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്യുക. അപ്പോൾ ഏതാണ് ആ സൂറത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ആദ്യം പറയുകയാണ്, ഇതൊരു ഖുർആനികമായിട്ടുള്ള ഒറ്റമൂലിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. നമ്മുടെ പനിനീർ വെള്ളം എന്നൊക്കെ പറയും, റോസ് വാട്ടറാണ് നമുക്ക് വേണ്ടത്. റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷിഫയിൽ അല്ലെങ്കിൽ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു വാട്ടറാണ്, ഒരു വെള്ളമാണ് പനീർ വെള്ളം എന്ന് പറയുന്നത്. ഒരുപാട് ഗുണഫലങ്ങളുള്ള ഒരു വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്ക് കുടിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തോ മറ്റ് ഭാഗങ്ങളിലൊക്കെ പുരട്ടാനായിക്കോട്ടെ, എല്ലാത്തിനും ഒരുപാട് ഗുണഫലങ്ങളുള്ള ഒരു വെള്ളമാണ് ഈ പനിനീർ വെള്ളം. അപ്പോൾ ഈ പനിനീർ വെള്ളത്തിലേക്കാണ് നമുക്ക് മന്ത്രിക്കേണ്ട നമ്മുടെ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൂറത്താണ് ഉമ്മുൽ ഖുർആൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ തന്നെ. സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മുടെ റോസ് വാട്ടറിലേക്ക് നമുക്ക് മന്ത്രിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പോൾ ഈ ഒരു കിതാബിൽ സൂറത്തുൽ ഫാത്തിഹ എത്ര പ്രാവശ്യം ഓതണം, എങ്ങനെ ഓതണം എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓതാം, 3 തവണയോ 7 തവണയോ 12 തവണയോ, നമുക്ക് കൂടിപ്പോയി നമുക്ക് എത്ര തവണയും ഓതാം. ഏകദേശം കുറഞ്ഞ പോലെ ഒരു 3 തവണ ഓതാം, എന്തായാലും 3 തവണ ഓതാം. അതിനപ്പുറം നമുക്ക് എത്ര തവണ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് എത്ര തവണയും ഓതും. അപ്പോൾ നമ്മുടെ ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര ഓതിയാലും അത് ഏറിപ്പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓതിയതിന് ശേഷം നമ്മൾ ഓരോ തവണ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റോസ് വാട്ടറിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് 3 തവണ മന്ത്രിക്കുക. അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം ഓതുന്നോ അങ്ങനെയൊക്കെ മന്ത്രിക്കുക. അതിന് ശേഷം നമ്മൾ മന്ത്രിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ തലയിലും പുരട്ടുക. നമ്മളാണ് മന്ത്രിക്കുന്നതെങ്കിൽ നമ്മുടെ മുഖത്തും തലയിലും പുരട്ടുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വെള്ളം നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളത് ആർക്കെയാണോ അവരെ ചെയ്യുക. അപ്പോഴാണ് എല്ലാവർക്കും ഈ ഒരു വർഷം മാരകമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ കുടുംബത്തിലുള്ള ഒരാൾ ചെയ്താൽ മതിയാകും. പക്ഷെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ചെയ്യാട്ടോ, അതല്ല ഞാൻ പറഞ്ഞത്, ഒരാൾ തന്നെ ചെയ്താൽ മതിയാകും ഇത് സഫലാകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെയുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, അശുദ്ധിയുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവർ അശുദ്ധിയുള്ളവരാണെങ്കിലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിനുശേഷം എല്ലാവർക്കും പുരട്ടി കൊടുക്കുക. ചെറിയ കുഞ്ഞു കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും പുരട്ടി കൊടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഈ ഒരു വർഷം രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല വർഷമാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മുഹറം 10 അന്ന് മറക്കാതെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നാളെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുഹറം 9 ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകട്ടെ, എല്ലാവരും ഇത് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറ്റേ യൂട്യൂബിന് മനസ്സിലാകും ഇതൊരു നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിക്കും. അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾക്കൊരു അമലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അല്ലാഹു തആല അത് അനുഗ്രഹങ്ങളായിട്ട് തരും ഇൻഷാ അല്ലാഹ്.
അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.